ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രാജ്യം ശത്രുഭീഷണിയിലും സംഘർഷത്തിലുമൊക്കെ ആയപ്പോൾ പഴയ നിയമത്തിലെ ആഹാസ് രാജാവ് വല്ലാതെ ഭ്രമിച്ചുപോയി. യെശയ്യാപ്രവചനം 7-ാം അധ്യായം 2-ാം വാക്യം. സിറിയ എഫ്രൈമിനോട് സഖ്യം ചെയ്തിരിക്കുന്നു എന്ന് ദാവീദ് ഭവനം അറിഞ്ഞപ്പോൾ കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകുന്നതുപോലെ അവന്റെയും ജനങ്ങളുടെയും ഹൃദയം വിറച്ചു. ജീവിത ദുരന്തങ്ങളും ഭാവിയെപ്പറ്റിയുള്ള ആകാംക്ഷകളും നമ്മളെയും ഇതുപോലെ ഭയപ്പെടുത്താറില്ലേ? ആകുല വ്യാകുലതകളിൽ രാജ്യം ആടി ഉലഞ്ഞപ്പോൾ ആഹാസിന് ദൈവത്തിൽ നിന്ന് യെശയ്യാ പ്രവാചകനിലൂടെ ആശ്വാസവചനം ലഭിച്ചു. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 4-ാം വാക്യം. ശ്രദ്ധിക്കുക, സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ 2 തീക്കൊള്ളി നിമിത്തം, റസീന്റെയും സിറിയയുടെയും റമാലിയായുടെയും പുത്രന്റെയും ഉഗ്രകോപം നിമിത്തം നീ ഭയപ്പെടരുത്. പ്രതിസന്ധികളിൽ പത്ര-ദൃശ്യമാധ്യമങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുവാനിടയില്ലാത്ത ഒരു പ്രത്യാശവചനമാണ് യെശയ്യാ പ്രവാചകനിലൂടെ നമ്മൾ കേട്ടത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ കിംവദന്തികളും ഭയാശങ്കകളുമൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്ന മനുഷ്യരെയും മാധ്യമങ്ങളെയും ശ്രദ്ധിക്കുവാനാണ് പലരും ശ്രമിക്കാറുള്ളത്. അതൊരിക്കലും നമുക്ക് ആശ്വാസം തരില്ല. ദൈവത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. മെഡിക്കൽ സയൻസിനും ടെക്നോളജിക്കും നൽകുവാൻ കഴിയാത്ത ശാന്തിയും സമാധാനവും ദൈവത്തിന് നൽകാൻ കഴിയും. അതിന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ മനസ്സിനെ തിരുവചനത്തിൽ ഉറപ്പിക്കണം. നമ്മൾ ജീവിത പ്രതിസന്ധികളുടെ വൻ തിരമാലകളിൽപ്പെട്ട് നിസ്സഹായരാകുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ ഹൃദയം തുറക്കണം. എന്തൊക്കെയാണ് ദൈവത്തിന് പറയുവാനുള്ളത്? 1. എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിന്റെ വിസ്മയ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ടായിരിക്കും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം തന്റെ മനസ്സ് ആഹാസിന് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ആകയാൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്കെതിരായി ഒന്നും സംഭവിക്കില്ല, ഒരിക്കലും സംഭവിക്കുകയില്ല. ശത്രുവിന്റെ കടന്നുകയറ്റവും പരാജയവും ഒരിക്കലും സംഭവിക്കില്ലെന്ന് ദൈവം മുൻകൂട്ടി അറിയിക്കുകയാണ്. എന്ത് നടക്കണം, നടക്കാതിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഭരണാധികാരികളല്ല, ഞാനും നിങ്ങളുമല്ല, സർവശക്തനാണ്. 37-ാം സങ്കീർത്തനം. മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ്. തനിക്ക് പ്രീതികരമായി നടക്കുന്നവനെ അവിടുന്ന് സുസ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല. കാരണം കർത്താവ് അവന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. കലാപങ്ങളും മഹാരോഗങ്ങളും പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും നിയന്ത്രിക്കുവാൻ മനുഷ്യൻ പരാജയപ്പെട്ടേക്കാം. അപ്പോഴും
അവയെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന സത്യം നമ്മൾ ഓർക്കണം. കിംവദന്തികൾക്ക് ചെവി കൊടുക്കാതെ ദൈവത്തിൻ്റെ അരുളപ്പാടിൽ ആഹാസ് രാജാവ് ഉറച്ചു വിശ്വസിച്ചു. അത് അദ്ദേഹത്തിനും ജനങ്ങൾക്കും വൈകാരിക സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സഹായകമായി. നമ്മളും ഈ സമീപനം സ്വീകരിക്കണം. പ്രതിസന്ധികളിൽ നമ്മളോടൊപ്പമുള്ള ഇമ്മാനുവേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അംഗീകരിക്കാൻ പലപ്പോഴും നമ്മുടെ യുക്തി സമ്മതിക്കില്ല. നമുക്ക് ചുറ്റുമുള്ളവർ ദൈവത്തെ സംശയിച്ചേക്കാം, മറുത്തു പറഞ്ഞേക്കാം. അപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കാണാതെ വിശ്വസിക്കുന്നവർ സമാധാനത്തോടെ പ്രതിസന്ധികളെ നേരിടും. 2. ഭാവിയെ ഭയപ്പെടാതെ ആശ്രയം ദൈവത്തിൽ ഉറപ്പിക്കുമ്പോൾ പ്രതിസന്ധികളിൽ ദൈവം ഹൃദയത്തിൽ ആശ്വാസം പകർന്നു തരും. ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നമ്മുടെ ഭയത്തെ പ്രതിരോധിക്കുന്ന ആന്റിഡോട്ടാണ്. കഴിഞ്ഞ കാലങ്ങളിലെ ദുരന്തങ്ങളിലൂടെ സുരക്ഷിതമായി നമ്മെ വഴി നടത്തിയ ദൈവം ഭാവിയിലും സുരക്ഷിത വഴിയൊരുക്കി വഴി നടത്തുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. പ്രതിസന്ധികളെ പറ്റിയുള്ള മനോഭാരം സ്വയം ചുമന്ന് തളരരുത്. അത്താണിയായ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഭാരങ്ങൾ ഇറക്കി വയ്ക്കണം. സകല പ്രപഞ്ചത്തെയും ഗാലക്സിയെയും വഹിക്കുന്ന ദൈവത്തിൻ്റെ ശാശ്വത ഭുജങ്ങളിൽ നമ്മുടെ ആകാംക്ഷയും മനോഭാരങ്ങളുമൊക്കെ വളരെ നിസ്സാരമാണ്. 3. പ്രതിസന്ധികൾക്കുള്ള പരിഹാരം തേടി വഴിതെറ്റി നടക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ വഴികൾ വെളിപ്പെടുത്തി തരുവാൻ പ്രാർത്ഥിക്കണം. ഭാവി പ്രവചിക്കുന്നവരുടെയും അവർ നിർദ്ദേശിക്കുന്ന ആഭിചാരക്രിയകൾക്ക് പിറകെയും വഴിതെറ്റി നടക്കുന്നവർ അനേകരാണ്. അതൊക്കെ നാശത്തിൻ്റെയും ചതിയുടെയും വഴികളാണ്. ഒരിക്കലും വ്യാജ ഉപദേശകരുടെ പിറകെ പോകരുത്. 145-ാം സങ്കീർത്തനം. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു. ദൈവം അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. 55-ാം സങ്കീർത്തനം. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കില്ല. പ്രതിസന്ധികളിൽ നമ്മൾ ചെയ്യേണ്ട 4-ാമത്തെ കാര്യം, ലോകത്തിൻ്റെ തത്വശാസ്ത്രങ്ങളും പോപ്പുലർ കൾച്ചറിനും പിറകെ പോകരുത്. പിന്നെന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളിൽ നമ്മൾ മനസ്സുറപ്പിക്കണം. ദൈവം അറിഞ്ഞും അനുവദിച്ചും വരുന്ന ജീവിത പ്രതിസന്ധികൾക്ക് തീർച്ചയായും ദൈവത്തിൻ്റെ പക്കൽ നീക്കുപോക്കും പരിഹാര മാർഗങ്ങളുമുണ്ട്. അതൊക്കെ പറഞ്ഞു തരുന്ന തിരുവചനത്തിൽ നമ്മൾ മനസ്സുറപ്പിക്കണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മതരാഷ്ട്രീയ നേതൃത്വവും മാതാപിതാക്കളുമൊക്കെ പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശരാകരുത്. സർവശക്തനും പരമാധികാരിയുമായ ദൈവത്തിൻ്റെ തിരുവചനങ്ങളിലേക്ക് വിശ്വാസികളുടെയും കുടുംബത്തിൻ്റെയും ശ്രദ്ധ തിരിപ്പിക്കണം. അതാണ് ആഹാസ് രാജാവ് ചെയ്തത്.
പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നൽകിയ 4 നിർദ്ദേശങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. 1. എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിന്റെ വിസ്മയ സാന്നിധ്യമുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കണം. 2. ഭാവിയെ ഭയപ്പെടാതെ ആശ്രയം ദൈവത്തിൽ ഉറപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ആശ്വാസം പകർന്നു തരും. 3. പ്രതിസന്ധികൾക്കുള്ള പരിഹാരം തേടി വഴിതെറ്റി നടക്കുന്നതിന് പകരം ദൈവത്തിന്റെ വഴികൾ വെളിപ്പെടുത്തി തരാൻ പ്രാർത്ഥിക്കണം. 4. ലോകത്തിന്റെ തത്വശാസ്ത്രങ്ങളും പോപ്പുലർ കൾച്ചറിനും പിറകെ പോകാതെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളിൽ നമ്മൾ മനസ്സുറപ്പിക്കണം. പ്രതിസന്ധികളിൽ നമ്മൾ മനസ്സുറപ്പിക്കേണ്ടത് ക്രിസ്തുവിലും ക്രിസ്തുവിന്റെ ജീവനുള്ള വചനങ്ങളിലുമാണ്. അത് ആത്മാവിന് ബലവും മനസ്സിൽ പ്രത്യാശയും പകർന്നു തരും. നമ്മുടെ കർത്താവിന്റെ സ്നേഹപൂർവമായ വാക്കുകൾ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. യോഹന്നാൻ 14-16 അധ്യായങ്ങൾ. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കാൻ മറ്റൊരു സഹായകനെ, ആശ്വാസപ്രദനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനായിട്ടാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ആശ്വാസവചനങ്ങളാൽ ദൈവം നമുക്ക് പ്രത്യാശയും ആത്മധൈര്യവും നൽകട്ടെ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.